നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരിക്കാണ് പത്രിക സമർപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPIM മത്സരിക്കും. വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു. PLOയുടെ ആത്മഹത്യ. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലക്ട്രേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജ് സുരേഷ് PM ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ഡയാലിസിസ് സൗകര്യം അനിശ്ചിതത്വത്തിൽ. കരുണ തേടി വൃക്കരോഗികൾ കലക്ടറുടെ മുന്നിലെത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരിക്കാണ് പത്രിക സമർപ്പിച്ചത്. മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഒപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. മത്സരത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമെന്നും LDF നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇടതുമുന്നണിയുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, മുന്നണി നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, E ചന്ദ്രശേഖരൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, മറ്റ് ഘടകകക്ഷി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥാനാർത്ഥിയും CPM നേതാവുമായ സാബു എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പത്രികാ സമർപ്പണം. 18 അംഗ ജില്ലാ പഞ്ചായത്തിൽ 10 ഡിവിഷനുകളിൽ CPM സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഘടകകക്ഷികൾ മത്സരിക്കാത്ത ഡിവിഷനിലും CPM മത്സരിക്കും. CPI 3 ഡിവിഷനിലും INL 2 ഡിവിഷനിലും JDS, കേരള കോൺഗ്രസ്, NCPS ഓരോ ഡിവിഷനുകളിലും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPIM മത്സരിക്കും. CPI 2 സീറ്റിലും 1 സീറ്റിൽ INLും മത്സരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 15 ഡിവിഷനുകളിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരം കാഞ്ഞങ്ങാട് പ്രസിഡന്റ് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. പത്രസമ്മേളനത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പാർട്ടി ചുമതലക്കാരൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി AV കുഞ്ഞിരാമൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നേരത്തെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K മണികണ്ഠൻ, ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ PK അബ്രഹിം മാഷും, CPIയുടെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ N ബാലകൃഷ്ണനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഘടകകക്ഷികളായ CPI 2 സീറ്റുകളിലും INL 1 സീറ്റിലും CPIM 12 സീറ്റിലും മത്സരിക്കും. ഈ കാലങ്ങളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് വിവിധങ്ങളായ നൂതനമായ പദ്ധതികളും അതുപോലെ പരിപാടികളും എല്ലാം ഏറ്റെടുത്ത് നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടുണ്ട്. അതിലൊന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ കാലത്ത് ഈ ഭരണസമിതിയുടെ കാലത്താണ് CHC സൗജന്യമായ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. ഏച്ചിക്കാനം മാവുങ്കാൽ ബ്ലോക്ക് ഡിവിഷനുകളിൽ CPIയും പനയാൽ ഡിവിഷനിൽ INLും മത്സരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ MLA KV കുഞ്ഞിരാമൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, PK അബ്ദുറഹ്മാൻ, N ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് ജോയ് ഫ്രാൻസിസ് പറഞ്ഞു.
എന്നിട്ടിനിയും ഭരണക്കാരുടെ അനുവദിച്ച 5 ഗഡു ക്ഷാമബത്തയുടെ കുടിശ്ശിക അനുവദിക്കുവാനുള്ള 5 ഗഡു ക്ഷാമബത്ത ലീവ് സറണ്ടർ, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 12ാം ശമ്പള പരിഷ്കരണം എന്നിവ നിഷേധിക്കുന്നതിലൂടെയുള്ള അപ്രഖ്യാപിത സാലറി ചലഞ്ച് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 2024 ജൂലൈ 1 ലഭിക്കേണ്ട 12ാം ശമ്പള പരിഷ്കരണം നാളിതുവരെയായും ലഭിച്ചില്ലെന്നും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി ഉടൻ കമ്മീഷനെ നിയമിക്കണമെന്നും ജോയ് ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. 2021 മുതൽ അനുവദിച്ച ക്ഷാമബത്തയുടെ 187 മാസങ്ങളിലെ കുടിശ്ശിക ഇനത്തിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് പോലും 1.25 ലക്ഷത്തോളം രൂപ നഷ്ടമാണ്. 5 വർഷക്കാലമായി ലീവ് സറണ്ടർ ആനുകൂല്യം നിഷേധിക്കുന്നു. മെഡിസെപ്പ് പദ്ധതി ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം കൊയ്യുവാനുള്ള ഉപകരണമാക്കി മാറ്റി. പങ്കാളിത്ത പെൻഷൻകാരെ കേന്ദ്രത്തിന് പണയപ്പെടുത്തിയെന്നും ആ വിഭാഗം ജീവനക്കാർക്കുള്ള മിനിമം പെൻഷൻ, DCRG ഫാമിലി പെൻഷൻ എന്നിവയിൽ സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാർക്ക് ന്യായമായി നൽകേണ്ടുന്ന ക്ഷാമബത്ത ഇന്ന് 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയാണ്. നാമമാത്രമായ ക്ഷാമബത്ത അനുവദിക്കുമ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്ന FSCTക്കാർ ജീവനക്കാരെ വഞ്ചിക്കുകയാണ്. ജീവനക്കാർക്ക് ന്യായമായി നൽകേണ്ടുന്ന കേരള ചരിത്രത്തിൽ ഇതുപോലെ DA കുടിശ്ശിക അനുവദിക്കാതിരുന്നിട്ടില്ല. 190 മാസത്തെ കുടിശ്ശിക ജീവനക്കാരിൽ നിന്ന് പിണറായി സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC സുജിത് കുമാർ, സെറ്റോ ചെയർമാൻ ലോകേഷ് MB ആചാർ, സംസ്ഥാന കമ്മിറ്റി അംഗം MT പ്രസീദ, VTP രാജേഷ്, KG രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ VM രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി, പ്രവീൺ വരയില്ലം, വിജയകുമാരൻ നായർ, ബ്രിജേഷ് പൈനി, സഞ്ജീവൻ അച്ചാന്തുരുത്തി, K മുരളീധരൻ നായർ, P സുനിൽ, കരുണാകരൻ ആദൂർ, രഘു ഇരിയണ്ണി, ബാബുരാജ് തൈക്കടപ്പുറം, UK റജിത്, ജയരാജ് പെരിയ, ഷഫീഖ് തൃക്കരിപ്പൂർ, രതീഷ് ബന്ദടുക, നിഖിൽ നീലേശ്വരം, രതി വയലപ്പുറം, ഗിരിജ മാപ്പിടിച്ചേരി, വിനോദ് P രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 2ാം റണ്ണറപ്പ് സ്ഥാനത്തെത്തിയാണ് സ്കൂൾ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറിയത്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കർണാടക ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയം നേടി കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി. വിവിധ ഇനങ്ങളിലായി മികച്ച പ്രകടനം പുറത്തെടുത്ത സ്കൂൾ 2ാം റണ്ണറപ്പ് സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ 7 പേർ ഗോൾഡ് മെഡൽ നേടി സ്കൂളിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചു. ഖദീജ റീഹ, ഫാത്തിമ, ഐഷ ഫിൽസ, വെശ്വമ സഹാര, കതീച്ച അംന, ദമവമ അഷ്റഫ്, ഐഷാബി എന്നിവരാണ് ഗോൾഡ് മെഡൽ നേടിയവർ. ചാമ്പ്യൻഷിപ്പിൽ കർണാടക നിയമസഭാ സ്പീക്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ഈ നേട്ടത്തെ സ്കൂൾ പ്രിൻസിപ്പൽ, ഭരണസമിതി, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവരും അഭിനന്ദിച്ചു. ഏറ്റവും മികച്ച വിജയത്തിലൂടെ കാസർഗോഡിന്റെ യശസ് വാനോളമുയർത്തിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പരിശീലകർക്കും വിവിധ ഇടങ്ങളിൽ നിന്നായി അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ഡയാലിസിസ് സൗകര്യം അനിശ്ചിതത്വത്തിലായതോടെ വൃക്ക രോഗികൾ ദുരിതത്തിൽ. അടിയന്തര സഹായം തേടി രോഗികൾ കളക്ടറേറ്റിലെത്തുകയും കളക്ടറെ പ്രതിസന്ധി അറിയിക്കുകയും ചെയ്തു. ചികിത്സ മുടങ്ങില്ല എന്ന കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് രോഗികൾ മടങ്ങിയത്. ഡയാലിസിസ് സെന്ററുകൾക്ക് സർക്കാർ നൽകി വരുന്ന തുക കുടിശ്ശികയായതോടെയാണ് ഡയാലിസിസ് നടത്തിപ്പുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കില്ലെന്ന് സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾ അറിയിച്ചത്. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ഡയാലിസിസ് സൗകര്യം അനിശ്ചിതത്വത്തിലായതോടെ വൃക്ക രോഗികൾ കരുണ തേടി കളക്ടറേറ്റിലെത്തി. ഡയാലിസിസ് സെന്ററുകൾക്ക് സർക്കാർ നൽകി വരുന്ന തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഡയാലിസിസ് നടത്തിപ്പുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കില്ലെന്ന് സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾ അറിയിച്ചതോടെയാണ് വൃക്ക രോഗികൾ ദുരിതത്തിലായത്. പ്ലക്കാർഡുകളുമായെത്തിയ 100ഓളം രോഗികൾ തങ്ങളുടെ ദുരിതം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി.
പ്രതിനിധികളുമായി കളക്ടർ നടത്തിയ ചർച്ചയിൽ ഡയാലിസിസ് മുടങ്ങുന്ന പ്രശ്നമില്ലെന്നും ജില്ലയിലെ സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾക്ക് വർഷങ്ങളായി കൊടുക്കുവാനുള്ള കോടിക്കണക്കിന് രൂപ ഉടൻ സർക്കാർ നൽകുമെന്നും ഉറപ്പു നൽകി. കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ നമ്മൾ അവർ കൊടുത്ത പരാതി നമ്മൾ ട്രിവാൻഡ്രത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാസ്റ്റിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടില്ലാതെ കൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച എമൗണ്ട് വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നിർത്തി വയ്ക്കാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസർഗോഡ് തഹസിൽദാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ പരാതികളും അവിടെ തന്നെ തീർപ്പാക്കി ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തുക നൽകുമെന്നും അതുവരെ ഡയാലിസിസ് മുടക്കരുതെന്നും സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രം നടത്തിപ്പുകാരോട് കളക്ടർ നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലയിൽ 1000-ൽ പരം വൃക്കരോഗികൾ ജീവൻ നിലനിർത്തുന്നത് ഡയാലിസിസിലൂടെയാണ്. ഇതിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഗവൺമെൻറ് ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ ഇനത്തിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന കാമത്ത് ഡയാലിസിസ് കേന്ദ്രത്തിന് മാത്രം 1.5 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് നടത്തിപ്പുകാർ പറയുന്നു. ഡയാലിസിസ് കേന്ദ്രത്തിന് പണം ലഭിക്കാത്തത് കാരണം വലിയ ദുരിതമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്നും ഇതിന് ഉടൻ പരിഹാരമുണ്ടാകണമെന്നും വൃക്കരോഗികൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് കലക്ടർ വാക്കാൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നു. ഇനി അഥവാ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാര സമരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കലക്ടറേറ്റിൽ വന്ന് നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ 2 സ്വർണവും 1 വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റ് മേളകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് നടന്ന വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഹൈ ജമ്പ്, ഹർഡിൽസ്, ട്രിപ്പിൾ ജമ്പ് തുടങ്ങിയ ഇനങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ സീനിയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലും ജാവലിംഗ് ത്രോയിലും സ്വർണവും ഷോട്ട്പുട്ടിൽ വെള്ളിയും ഗോപാലൻ നേടിയിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ SI ജിയോ സദാനന്ദൻ ഗോപാലിന് ഉപഹാരം നൽകി. SI NK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SI VM മധുസൂദനൻ, M ദീപേഷ്, ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദാമോദരൻ, C ഷിജിത്ത്, K പ്രഭേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹോംഗാർഡ് ഗോപാലൻ മറുപടി പ്രസംഗം നടത്തി. സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂർ ഓഫീസിൽ ജോലി ചെയ്യുന്ന K സ്മിതയാണ് ഗോപാലന്റെ ഭാര്യ. ഇളയ മകൾ ദേവിക അച്ഛന്റെ കായിക പാരമ്പര്യം തുടരുന്നുണ്ട്. ദേശീയ സ്കൂൾ വോളിബോൾ താരമാണ് ദേവിക. നീലേശ്വരത്തെ B.Ed വിദ്യാർത്ഥിനി ഗോപികയാണ് മൂത്ത മകൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ സ്കൂൾ മേളകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂളിൽ വിജയോത്സവം നടത്തി. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം, ശാസ്ത്രോത്സവം, കായികമേള എന്നിവയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയാണ് തടിയൻകോവൽ ALP സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് VM പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, പ്രധാന അധ്യാപിക V ലളിത, മദർ PTA പ്രസിഡന്റ് M രേഷ്മ, KV സരസ്വതി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BLOയുടെ ആത്മഹത്യ, കാസർഗോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. BLOയുടെ ആത്മഹത്യ, കാസർഗോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം ബൂത്ത് നമ്പർ 18 ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഇനിയും ജീവനക്കാരെ കൊലയ്ക്ക് കൊടുക്കരുതെന്നും AT ശശി ആവശ്യപ്പെട്ടു. 23 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ കേവലം 1 മാസം മാത്രം സമയം അനുവദിച്ചുകൊണ്ട് കടുത്ത മാനസിക സംഘർഷവും സമ്മർദ്ദവും അടിച്ചേൽപ്പിച്ച് 24 മണിക്കൂറും ജീവനക്കാരെ കൊണ്ട് രാപ്പകൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഈ നിലപാട് അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ ജീവനക്കാർക്ക് കഴിയില്ല. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ SIR നടക്കുന്നതിനാൽ ഇരട്ടി ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ.
ആത്മഹത്യകൾ ആവർത്തിക്കാതിരിക്കുവാൻ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവയ്ക്കണം. ആവശ്യമായ സമയം അനുവദിച്ച് മാത്രമേ ജോലി പുനരാരംഭിക്കാവൂ എന്നും AT ശശി കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം VTP രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം, സംസ്ഥാന കമ്മിറ്റി അംഗം MT പ്രസീത, KG രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് P കുഞ്ഞികൃഷ്ണൻ, ജില്ലാ ട്രഷറർ VM രാജേഷ്, K മുരളീധരൻ നായർ, ശ്രീനിമോൻ കാഞ്ഞങ്ങാട്, ബാബുരാജ് തൈക്കടപ്പുറം, ജയരാജ് പെരിയ, രതീഷ് ബന്തെടുക്ക, രതി വയലപ്രം, ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രേറ്റ് ബോംബെ സർക്കസ് കാഞ്ഞങ്ങാട്ട് ഷോ ആരംഭിച്ചു. ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആരംഭിച്ചത്. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് ഐങ്ങോത്ത് ആരംഭിച്ചു. നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് സർക്കസ് ആരംഭിച്ചിരിക്കുന്നത്. എത്യോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം. സ്വിമ്മിംഗ് ബീം, ആക്രോബാറ്റിക്, ഡയാബോളോ, റോളർ ബാലൻസ്, ക്ലബ്സ് ജഗ്ഗിംഗ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. മലർന്നു കിടന്ന ഉയർത്തിപ്പിടിച്ച കാൽപാദത്തിൽ ഘടിപ്പിച്ച ബോളുകൾ സ്റ്റാൻഡിലെ തട്ടുകളിലേക്കും അവിടുന്ന് ബാസ്ക്കറ്റിലേക്കും നേപ്പാൾ സ്വദേശി കൂനം ലാമ പന്തുകൾ തട്ടുന്ന പ്രകടനവും കാണികളെ ആകർഷിക്കുന്നു. ഡോഗ്സ് ആക്രോബാറ്റ്, ഡെന്റൽ ബാലൻസ്, ഇൻ ട്രപ്പീസ് തുടങ്ങിയവയും ആകർഷണ ഇനങ്ങളാണ്. 1 മണി, 4 മണി, 7 മണി എന്നിങ്ങനെ ദിവസേന 3 പ്രദർശനങ്ങളാണുള്ളത്. ടിക്കറ്റ് നിരക്ക് 150, 200, 300 എന്നിങ്ങനെയാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി ആളുകളാണ് ഓരോ ദിവസവും സർക്കസിലെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുളിഞ്ച സ്കൂളിൽ ശിശുദിനാചരണം നടത്തി. മഞ്ചേശ്വരം BRCയിലെ BPC സുമാദേവി ഉദ്ഘാടനം ചെയ്തു. മുളിഞ്ച സർക്കാർ പ്രാഥമിക സ്കൂളിൽ ശിശുദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഉപ്പളയിലെ മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ സന്ദർശിച്ച് അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ അംഗൻവാടി വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നൽകി സന്തോഷം പങ്കിട്ടു. മഞ്ചേശ്വരം BRCയിലെ BPC സുമാദേവി ശിശുദിനാഘോഷം ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ಮಾಸ್ಟರ್ ಟ್ರೈನಿಂಗ್ ಸೆಂಟರ್ ಕಾಲೇಜಿಂದ ಬಂದಿದ್ದಾರೆ. ಅವರನ್ನು ನಾವು ಕರೆದಿದ್ದೇವೆ. ಅವರು ತುಂಬಾ ಸಂತೋಷದಿಂದ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೆ ಮೊತ್ತ ಮೊದಲು ಕಾರ್ಯಕ್ರಮ ನಾವು ಮಧ್ಯಾಹ್ನ ಮೇಲೆ ಮಕ್ಕಳ ದಿನಾಚರಣೆಯ ಕಾರ್ಯಕ್ರಮವನ್ನು വിചാരിച്ചത്. പക്ഷെ നമ്മൾ വീട് കിട്ടിയ പോലെയാണ് നമ്മൾ ഇവിടെ കിട്ടിയത്. അന്നേരം പെട്ടെന്ന് എന്റെ ടീച്ചേഴ്സ് സഹകരണം കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് സെറ്റാക്കി. അതുപോലെ നിങ്ങളൊരു സപ്പോർട്ട് ഒന്നും കൂടി ഞാൻ കടപ്പാട് അറിയിക്കുന്നത്. അതുപോലെ നമ്മുടെ MPTA പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഏത് ക്ഷണത്തിൽ വിളിച്ചാലും വിളിക്കുന്ന ആൾക്കാരാണ്. സ്കൂൾ മുഖ്യാധ്യാപിക ചിത്രാവതി ചിഗ്രൂപ്പാതെ അധ്യക്ഷത വഹിച്ചു. ശിശുദിനത്തിന്റെ പ്രാധാന്യം അവർ വിശദീകരിച്ചു. മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപന ഡയറക്ടർ ഷെഫീഖ് ആശംസകൾ അറിയിച്ച് കടലാസിൽ നിർമ്മിച്ച വസ്തുക്കൾ നൽകി കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കാളിയായി. BRC ട്രെയിനർ സുമയ്യ, അധ്യാപിക ആയിഷത്ത് സൈനാസ്, മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ അധ്യാപികമാരായ സുനിത, അനീഷ, സുജാത, സ്കൂൾ MPTA ഉപാധ്യക്ഷ ഫാത്തിമത്ത് സാഹിദ എന്നിവർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. സ്കൂൾ അംഗൻവാടി വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും നടന്നു. ജവഹർലാൽ നെഹ്റു കി കുട്ടികൾ വിവിധ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. കുട്ടികൾ പല രീതിയിലായി തയ്യാറാക്കിയ നെഹ്റു തൊപ്പികൾ കരവിരുതിൻ്റെ മനോഹര കാഴ്ചയായി. സമാപന ചടങ്ങിൽ എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. അധ്യാപിക അനുകൃഷ്ണ സ്വാഗതവും അധ്യാപിക ഐശ്വര്യ നന്ദിയും പറഞ്ഞു. അധ്യാപകൻ അബ്ദുൽ ബഷീർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബളാന്തോട് മണികണ്ഠാപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാതൃസംഗമവും മാതരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി. ബളാന്തോട് മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാതൃസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു.
സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി. കവിശ്രേഷ്ഠന്മാരായ ഒരാളെ മാറിയത് അതിനും നിദാനമായത് ഒരു ദൈവീ ചൈതന്യമായിരുന്നു അല്ലേ? അകത്താര് പുറത്താര് എന്ന് ചോദിച്ച കഥ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ വളരെ ധന്യമായ ഒരു വേദി. കാരണം നാളെ മുതൽ അങ്ങോട്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ്. 41 ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും അയ്യപ്പ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങളും ഭജന മന്ദിരങ്ങളും ഒക്കെ അയ്യപ്പ മന്ത്രങ്ങൾ കൊണ്ടും ഭജന സുധാമൃതം കൊണ്ടും ഒക്കെ മുഖരിതമാവുകയാണ്. ക്ഷേത്രങ്ങളും ഭജന മന്ദിരങ്ങളും മാത്രമല്ല, വീടുകളും ശുദ്ധിയുടെയും വെടുപ്പിന്റെയും വിശ്വാസത്തിന്റെയും ഭജന മന്ത്രങ്ങളുടെയും പിന്നെ പ്രാർത്ഥനയിലൊക്കെ മാതൃകകളാവാൻ വേണ്ടി പോവുകയാണ്. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഓമന കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, ദേവിയമ്മ, കെ ബാലകൃഷ്ണൻ, എം കുഞ്ഞികൃഷ്ണൻ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അനിലകുമാരി സ്വാഗതവും നിർമ്മല പത്മനാഭൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, ബളാന്തോട്. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ നടക്കും. കുലകൊത്തൽ ചടങ്ങ് നടന്നു. ചിത്താരി ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 27 ആരംഭിക്കും. ഡിസംബർ 1 സമാപിക്കും. കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കുലകൊത്തൽ ചടങ്ങ് നടന്നു. കളിയാട്ട ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കും ദേവീദേവന്മാർക്കുള്ള നിവേദ്യത്തിനും മറ്റുമായാണ് ഈ കുലകൾ പഴുപ്പിച്ചെടുത്ത് ഉപയോഗിക്കുക. കുലകുത്തൽ ചടങ്ങിന് ക്ഷേത്ര ആചാരസ്ഥാനികർ, ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത്, സെക്രട്ടറി ദിനേശൻ താനത്തിങ്കാൽ, ട്രഷറർ ചന്ദ്രൻ കൊളവയൽ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കോവൽ, സെക്രട്ടറി രമേശൻ മടിയൻ, ട്രഷറർ ചന്ദ്രൻ പൊയ്യക്കര, ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം, കാലത്താൽ കഴിച്ചുവരാനുള്ള കളിയാട്ട മഹോത്സവം ഈ വരുന്ന നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ കൊണ്ടാടുകയാണ്. മലയാള മാസം വൃശ്ചികം 11 മുതൽ 15 വരെ. 27 വൈകുന്നേരം 7 മണിക്ക് ദീപുന്തിരിക്ക് ബാരിക്കാട്ടപ്പൻ ദേവാലയത്തിൽ പോയി അവിടെ ദീപുന്തിരി കൊണ്ടുവന്ന് അമ്പലത്തിൽ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ കളിയാട്ട മഹോത്സവം തുടങ്ങുകയായി. 28 കാഴ്ച ആഘോഷം രാത്രി 8 മണിക്ക് മടിയൻ താനത്തിങ്ക തറവാട്ടിൽ നിന്നും പുറപ്പെടുകയും ഏകദേശം 12 മണിക്ക് മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപരിധിയിലെ 7 പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നവംബർ 27 വ്യാഴാഴ്ച നടക്കും. രാത്രി 7 മണിക്ക് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരും. ഉത്സവത്തിന്റെ ഭാഗമായി പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറേ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വർണ്ണശബളമായ തിരുമുൽ കാഴ്ചയും വിവിധ കലാപരിപാടികളും അനുമോദന ചടങ്ങും നടക്കും. എല്ലാ ദിവസവും അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കാസർഗോഡിന്റെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഹൊസ്തൂർഗിന്റെയും GHSS കല്യോട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജ് സുരേഷ് PM ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ്, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഹോസ്ദുർഗ്, GHSS കല്യോട്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ ജഡ്ജ് സുരേഷ് PM നിർവഹിച്ചു. ഷോപ്പുകളുണ്ട്, ഇല്ല. അപ്പം നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയായി വളർന്നിട്ടില്ല അല്ലേ? പട്ടികജാതി പട്ടികവർഗ ജനത പ്രത്യേകിച്ച് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അല്ല. നമ്മുടെ ഇടയിൽ നമുക്ക് റിസർവേഷൻ ഉണ്ട് അല്ലേ, സംവരണമുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എത്രയുണ്ട്? ഈ ഇരിക്കുന്നവരിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശ്രേണിയാണ്. ഏറ്റവും സ്വീപ്പർ മുതൽ നമ്മുടെ ചീഫ് സെക്രട്ടറി വരെയുള്ള വലിയ ഒരു ഉദ്യോഗസ്ഥ ശ്രേണിയുണ്ട്. ഇതിൽ വലിയ പദവികളിലേക്ക് നമ്മൾ എത്ര പേര് എത്തിയിട്ടുണ്ട്? ഇവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എത്താത്തതിന് കാരണം എന്താണ്? ആ പദവികളിലൊക്കെ വഹിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാനിരിക്കുന്ന ന്യായാധിപൻ്റെയൊക്കെ പദവി വഹിക്കണമെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ പറ്റത്തില്ല അല്ലേ?
ഞാൻ 10ാം ക്ലാസ്സുകാരനായിരുന്നു, എനിക്ക് ജഡ്ജാവാൻ പറ്റില്ല അല്ലേ? എനിക്കൊരു സ്വീപ്പർ ആവാൻ പറ്റുമായിരിക്കും, ഒരു LD ക്ലർക്ക് പോലും ആകാൻ പറ്റില്ല 10ാം ക്ലാസ് കൊണ്ട്. ഇപ്പോൾ +2 ലെവലിൽ വിദ്യാഭ്യാസം വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബിസിനസ് കമ്മ്യൂണിറ്റി അല്ല, വ്യാപാര വ്യവസായ ശാലകളൊന്നും നമുക്കില്ല, ഭൂമിയില്ല, വലിയ കൃഷിക്കാരനാകാം. നമുക്കൊരു 5 ഏക്കറോ 10 ഏക്കറോ വെച്ചിട്ട് വലിയ കൃഷി നടത്താനുള്ള പ്രാപ്തിയുണ്ടോ? സത്യസായി സേവ ഓർഗനൈസേഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ MPTA GHSS കല്യോട്ട് അമ്മമാർക്കായി സ്വയം തൊഴിൽ പരിശീലന ക്ലാസ് ഏർപ്പെടുത്തി. CPCRI റിസോഴ്സ് പേഴ്സണായ പാണ്ഡുരംഗ അമ്മമാർക്കായി കൂൺകൃഷി പരിശീലനം നൽകി. ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് റിസ്വാന NM വിഷയാവതരണം നടത്തി. കല്യോട്ട് ഊരുമൂപ്പൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അമ്പാടി കുറ്റിക്കോൽ മംഗലം കളി സംഘം കല്യോട്ട് മാരിക്കുളം ടീം അവതരിപ്പിച്ച മംഗലം കളി ഏറെ ശ്രദ്ധേയമായി. സബ് ജില്ലാതല കായികമേളയിൽ LP മിനി വ്യക്തിഗത ചാമ്പ്യൻ 1ാം ക്ലാസ്സിലെ അശ്വമേധിനെയും മുതിർന്ന നാടൻ കലാകാരി ചിരുതമ്മയെയും അഡീഷണൽ ജഡ്ജ് സുരേഷ് PM ഉപഹാരം നൽകി ആദരിച്ചു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രാകേഷ് PM, MPTA പ്രിയങ്ക വേണുനാഥൻ, സജു ജോസ്, ധന്യ തുടങ്ങിയവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് T പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര MK സ്വാഗതം പറഞ്ഞു. പാരാലീഗൽ വോളണ്ടിയർ സുജാത നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരിക്കാണ് പത്രിക സമർപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPIM മത്സരിക്കും. വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു. PLOയുടെ ആത്മഹത്യ. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജ് സുരേഷ് PM ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ഡയാലിസിസ് സൗകര്യം അനിശ്ചിതത്വത്തിൽ. കരുണ തേടി വൃക്കരോഗികൾ കലക്ടറുടെ മുന്നിലെത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.